ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ് ചോക്ലേറ്റ് ഗണാഷിൻ്റെ റേഷ്യോ. അപ്പോൾ ചോക്ലേറ്റ് ഗണാഷ് പെട്ടെന്ന് മെൽറ്റായി പോകണു എന്നുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ, അപ്പോൾ അതൊക്കെ തീർക്കാനായിട്ട് ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് കിടക്കാം. ഞാനിപ്പോൾ താഴെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഇനി ഈ ഒരു കപ്പിലേക്ക് ഞാൻ 1/4 കപ്പ് 1/4 കപ്പാണ് കേട്ടോ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പം ഒരു കപ്പിലേക്ക് ഞാൻ 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം ഇത് നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് കേട്ടോ. ഡാർക്ക് കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കപ്പ് ചോക്ലേറ്റ് എടുക്കുമ്പം 1/2 കപ്പ് തന്നെ വിപ്പിംഗ് ക്രീം എടുത്തോളൂ. വൈറ്റ് കോമ്പൗണ്ട് ആവുന്ന ടൈമിൽ ഒത്തിരി മെൽറ്റായി പോണ കംപ്ലയിൻറ്റ് വരുന്നത് നമ്മൾക്ക് വൈറ്റ് കോമ്പൗണ്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വൈറ്റ് കോമ്പൗണ്ടിലേക്ക് അധികം വിപ്പിംഗ് ക്രീം എടുക്കേണ്ട ആവശ്യമില്ല. ഒരു കപ്പിലേക്ക് അര വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ലൂസായി പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിയിലത്തെ ആ വെള്ളം തിളക്കുമ്പം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ ഒരു വെള്ളത്തിൻ്റെ ചൂടിൽ തന്നെ നമുക്ക് ഇത് മെൽറ്റാക്കി എടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ പിന്നെ ഒന്ന് ജസ്റ്റ് അത് ഗ്രേറ്റ് ചെയ്ത് ഇട്ടതുകൊണ്ടാണ്. നമ്മൾ കട്ടയായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് മെൽറ്റായി കിട്ടില്ല. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടാൽ ഇതുപോലെ ഈസി ആയിട്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. പിന്നെ കുറേ പേര് ഗ്രാം അളവ് ചോദിക്കുന്നുണ്ട്. ഗ്രാം അളവിൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഈ ഒരു കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്രാം അളവ് അറിയില്ല. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി കേക്കിലേക്ക് ഒഴിച്ച് നോക്കാം. ഇനി ഞാനിവിടെ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് 1 kgയുടേത് ഫുൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ ഞാൻ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീം ഇതിലേക്ക് ഒഴിക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മാക്സിമം ഒരു ഡേ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡേ അല്ല, നൈറ്റിൽ വെച്ചിട്ട് കാലത്താണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കണമെങ്കിൽ ഒന്നും കൂടി തിക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു കേക്കിൻ്റെ തണുപ്പ് അനുസരിച്ചിരിക്കും പിന്നെ നമ്മൾ ഒഴിക്കുന്ന ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. കേക്ക് തണുപ്പുണ്ടെങ്കിൽ, നല്ല തണുപ്പുണ്ടെങ്കിൽ നമ്മൾ ഗണാഷ് ഒഴിക്കുന്നത് പെട്ടെന്ന് അങ്ങ് ഒഴുകി പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് മാക്സിമം തണുപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റിലൊക്കെ ഈ ഒരു ഫ്രോസ്റ്റിംഗ് ചെയ്ത് വെച്ചിട്ട് മോർണിംഗിൽ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഗണാഷ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടും. ആ ഡ്രിപ്പ് ചെയ്യണ രീതിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ഡ്രിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിലാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ പൈപ്പിംഗ് കവറിലാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിലല്ല, ഇങ്ങനെ ഒഴുകുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ മുന്നത്തെ ഒരു കേക്ക് കണ്ടിട്ട് അതുപോലെ തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും നമ്മളൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം എടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ ഡെക്കറേഷൻ കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ 100 N1 നോസിൽ വെച്ചിട്ട് നമ്മളെ റൊസറ്റ വരക്കുന്ന നോസിലുണ്ടല്ലോ, ആ ഒരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയാനുള്ള പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെയും ബേക്കിംഗ് ലൈഫിൽ ഫസ്റ്റ് ടൈമൊക്കെ ഇതുപോലെ ഫ്ലവർ വരച്ച് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ കേക്ക് കസ്റ്റമറെ കയ്യിലെത്തി നമ്മൾ കൊടുക്കുന്ന ടൈമിൽ വലിയ കേടുപാടൊന്നും ഉണ്ടാവില്ല, ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ ഇരിക്കാവും. പക്ഷേ നമ്മൾ കസ്റ്റമർ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ, അവരെ കട്ട് ചെയ്യുന്ന ഫോട്ടോ നോക്കുമ്പോൾ ഈ ഫ്ലവർ ഒലിച്ച് പോയിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രീം അവിടെ സെറ്റ് ആവാനുള്ള ടൈം നമ്മൾ കൊടുത്തിട്ടില്ല. കൊടുക്കാതെ മുന്നേ തന്നെ നമ്മൾ വീണ്ടും എടുത്ത് അതിൻ്റെ മുകളിൽ ചെയ്യണോണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പേരൊക്കെ എഴുതി കൊടുക്കുമല്ലോ, ഇപ്പോൾ ക്രീം വെച്ച് പേര് എഴുതുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് കേക്ക് ഗണാഷ് ഒഴിച്ചതിൻ്റെ ശേഷം സെറ്റായിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അരമണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം വേണം ഇതുപോലെ ഫ്ലവർ ഡെക്കറേഷനും പേരൊക്കെ എഴുതി കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ പേർക്കും വൈറ്റ് കോമ്പൗണ്ടാണ് ഈ പ്രശ്നം വരുന്നത്, ഒരുപാട് ഒലിച്ചിറങ്ങി വരുന്ന പ്രശ്നം. ഡാർക്ക് കോമ്പൗണ്ടിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ നോക്കൂ, അര കപ്പാണ് കേട്ടോ ഞാനിതിൽ ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമാണ് കൊടുക്കുന്നത്. നമ്മൾ വിപ്പിംഗ് ക്രീമിനേക്കാളും ഫ്രഷ് ക്രീം കൊടുക്കുന്ന ടൈമിൽ കുറച്ചും കൂടെ ടൈറ്റായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബട്ടർ സ്കോച്ച് കേക്കിലേക്കൊക്കെ വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്തോളൂ, നല്ല തിക്ക് ഗണാഷിനെ കിട്ടും. കുറേ പേർക്കുള്ളതാണ് ബട്ടർ സ്കോച്ചിൻ്റെ ആ സോസ് ഒഴിച്ചു പോകണ ഒരു പ്രശ്നം. അത് വിപ്പിംഗ് ക്രീമിനേക്കാളും എനിക്ക് പറയാനുള്ളത് ഫ്രഷ് ക്രീമിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഇതുപോലെ അരക്കപ്പിലേക്ക് ഞാനിപ്പോൾ സെയിം ആ ഒരു അരക്കപ്പ് തന്നെയാണ് ഞാൻ വിപ്പിംഗ് ക്രീം കൊടുത്തിട്ടുള്ളത്. ഇത് ഡാർക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് അരക്കപ്പിലേക്ക് അരക്കപ്പ് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. വൈറ്റ് കോമ്പൗണ്ട് ആകുമ്പോൾ നമുക്ക് അരക്കപ്പ് വൈറ്റ് കോമ്പൗണ്ട് ആണെങ്കിൽ 1/4 കപ്പ് പിന്നെ നമ്മളെ ക്രീം കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ട് എടുക്കുമ്പോൾ ഒരുപാട് തിക്ക് കൂടുതൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ജസ്റ്റ് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് താഴെയുള്ള ആ ബൗളിലെ വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. നല്ല തിക്ക് ഗണാഷാണ് കേട്ടോ, നല്ല തിക്ക് സോസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ. അപ്പോൾ കൂടുതൽ പേരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് മേലാണ്. അപ്പോൾ അതാണ് ഞാൻ രണ്ടും കൂടെ കാണിക്കാമെന്ന് കരുതിയത്.
അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടോ, ഞാനിതിപ്പോൾ നമ്മളൊരു വാൻചോ കേക്കിലേക്ക് ചെയ്തിട്ടുള്ളതാണ്. കേക്ക് നല്ല സെറ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഗണാഷ് ഒഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പൈപ്പിംഗ് കവറൊന്നും എടുക്കാത്തത് ഇതൊന്നും ഡ്രിപ്പ് ചെയ്ത മോഡൽ വരണ്ട എന്നുള്ളതിലാണ്. ഡ്രിപ്പ് ചെയ്ത മോഡൽ ഞാൻ ഒരുപാട് കേക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ നിങ്ങൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. കുറേ പേര് ഗണാഷ് ഒഴിക്കുന്നത്, ഗണാഷ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നൊക്കെ താഴെ കമൻറ്റ്സ് ഇട്ടിരുന്നു. ആരാണെന്നുള്ള പേര് ഞാൻ ഓർക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാനിത് വാൻചോ കേക്കിലേക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റേഷ്യോ കാണിക്കാൻ മാത്രമായിട്ട് ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ എൻ്റെ വീഡിയോ കാണാനായിട്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.